ഒരാളിന്റെ അച്ഛനെ കാണുമ്പോ ഇങ്ങനെ കരയും. എനിക്കറിയില്ല എന്തിനാ അച്ഛന്റെ കൂടെ പോവാനാണ് കരയുന്നത്. ഉറക്കത്തിന് എണീച്ച് കരയാൻ വെളിയിൽ പോവാ. ഭയങ്കര ഹാപ്പി ലൈഫില്. ഇപ്പൊ മൂടില്ല, ഒന്ന് എടുത്തോണ്ട് പോവോ, എടുത്തോണ്ട് പോവോന്നൊക്കെ. നോക്ക് അങ്ങോട്ട് നോക്ക്. ഞാൻ ഒന്ന് എടുക്കാം. അപ്പൊ മിക്കവാറും ഒന്നുകൂടെ ചിലപ്പോ നമുക്ക് പോവാം. പോവാം. അച്ഛൻ ബായ് ബൈ. അയ്യോ കരയുന്നേ അപ്പൂപ്പനെയാണോ ഇഷ്ടം? അച്ഛൻ എപ്പോഴും വെളിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഇവൻ വലിയൊരു ഊരുതണ്ടിയായി. ഇപ്പൊ ഇവനും വെളിയിൽ പോണം. അപ്പൊ അച്ഛൻ നോക്ക എന്ന് രാവിലെ വെളിയിൽ പോവും. നിന്നെ രാത്രി ഇപ്പൊ ആരും വെളിയിൽ കൊണ്ടുപോകാൻ പോണില്ല. അശ്വിൻ ബിസി വിത്ത് ഹിസ് ബെസ്റ്റ് ഡിഷ്. ഇത്തവണ ആട്ട മാഗിയാണല്ലേ? ആർക്കൊക്കെ വേണ്ടിയാ ഉണ്ടാക്കുന്നത്? അങ്ങനെ പറയല്ലേ. 4 പാക്കറ്റോ? ഇഷാനി എടുക്കുന്ന് പറഞ്ഞ, അച്ഛനും എടുക്കുന്ന് പറഞ്ഞ. അപ്പച്ചി ബിസി വിത്ത് മുട്ട. കണ്ണുനീരൊക്കെ ഒലിപ്പിച്ചാണ് ഇരിക്കുന്നത്. ലൈഫിൽ ഭയങ്കര ദുഃഖം. ഉടനെ തിരിഞ്ഞു നോക്കുന്നു എന്നെ എടുക്കാൻ വല്ലോ വന്നയാണോ? ലൈക് ബോണ്ട് അവിടെ നിന്ന് ചെയ്തോ, എന്നിട്ട് അങ്ങനെ നടന്നു പോയിക്കോ. ഇത്ര തന്നെ. പണ്ട് നീ വയറ്റി കിടന്നപ്പോ നിന്റെ അമ്മയുടെ ഒക്കെ വയറൊക്കെ തടവി കൊടുത്ത് പാട്ടൊക്കെ പാട്ടിട്ട് അവൻ വിചാരിക്കുന്നത് വളരെ ക്ലോസ് ഒരാളാണല്ലോ. ആണല്ലേ? പിന്നെ അവ ഇപ്പൊ കൊറേ കൂടെ അച്ഛനെ പോലെയാണ് കാണാതിരിക്കുന്നത്. അത് കൊറേ പേര് പറയുന്നുണ്ട്. ദിയ കൃഷ്ണ 2 ക്രോസ്, കൃഷ്ണകുമാർ 2 ടിക്ക്. പല്ലും കൂടെ ഹൻസിക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞ അച്ഛനെ പോലെ ഇരിക്കുന്നത്. എവിടെ നിന്റെ പല്ല് എവിടെ? നിത്യസായി പറഞ്ഞേ. നല്ല മണം. കുറച്ചു തന്നെ കുളിച്ചതേ ഉള്ളൂ. നല്ല മണം. അവന്റെ ഫേവറേറ്റ് ബോഡി വാഷ്. മതി എടുത്തോണ്ട് പോകുന്നൊക്കെ. മൈൻഡ് ചെയ്യണ്ട ആർക്കും. ഒട്ടും മൈൻഡ് ചെയ്യാത്ത തരില്ല. ഞാൻ ഒന്ന് എടുക്കാൻ ട്രൈ ചെയ്യാം. ഇപ്പൊ മിക്കവാറും ഞാൻ ശശിയാവുന്നത് എല്ലാരും കാണും. ഓക്കെ, പല തിരിച്ചൊക്കെ കാണാത്ത പോലെ ഇരിക്കാവുന്നൊക്കെ. എക്സ്ക്യൂസ് മീ, എന്നെ ബന്ധം എന്തെങ്കിലും ബന്ധം ഇങ്ങനെ ഇമോഷണൽ ഡാമേജ് ആക്കി കളയല്ലേടാ. ഇങ്ങനെ കണ്ടെന്നീര് ഭയങ്കര ഡാമേജ് ചെയ്തില്ല. പക്ഷെ മിക്കവാറും ഇപ്പൊ കരയും. അച്ഛൻ അങ്ങ് നടന്ന് അടുക്കളയിലേക്ക് പോകും. തുടങ്ങി. അച്ഛന്റെ ഓറ പക്ഷെ അത് കാണിക്കുന്നില്ല ആളെ. മക്കളെ ആ ഒരു കണ്ണുനീര് ഇവിടെ വെച്ചിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൂപ്പനോട് ഇഷ്ടം തോന്നിയില്ലടാ. കാലാട് നിങ്ങൾ നടക്കുവേ, എന്തിനു നിക്കുന്നൊക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടം അവന് ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവൻ കാലിട്ട് അട്ടിപ്പോടി. ഇതാണ് ഇഷ്ടം. ഓ പപ്പി, ഓ ഇനി ഇരിക്കൊന്നും ചെയ്യരുത്. ശരി, ഞാൻ പോകുന്നു. എന്നെ ഓറ ഡെറ്റിലാക്കി, കടത്തിലായി. ആരും കണ്ടില്ല. തിരുമ്പ് അങ്ങോട്ട്. നല്ലോണം അങ്ങോട്ട് തിരുമ്പ്. അടുത്ത കാലം പൊക്കി തരുന്നു. അടുത്ത ഇത് കഴിഞ്ഞ് അടുത്തത് ഇങ്ങോട്ട്. ഇങ്ങനെയാണോ തിരുമുന്നത്? അപ്പച്ചിയെ നോക്കണം. ഇപ്പൊ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത റൗണ്ടായിരിക്കും. ഹാപ്പി ആണെന്നല്ല ചോദിച്ചത്. എന്നെ നീ ഹാപ്പിയാക്കി
കമലേഷ്. രണ്ട് കൈയെടുത്ത് എടുത്താൽ മതി. ഇത്രയ്ക്ക് വലിയ ഇഷാനെ നോക്കിയപ്പോഴേ ഞാൻ ഇവന് ഇങ്ങനെ എടുത്തിട്ട് വീട് പെയിന്റ് ഒക്കെ ചെയ്യണം. കാരണം അത്രയ്ക്ക് എങ്ങനെയാന്നൊക്കെ ഇത് വെച്ചിട്ട് അമ്മ അടിയൊക്കെ ഉണ്ടാക്കി. അമ്മ ചന്തയിലൊക്കെ പോയിട്ട് പോയി. ഞാൻ എന്റെ ജീവിതം ഞാനേ വളഞ്ഞ് ഞാൻ ഇങ്ങനെ നീശാന് നീ ഇങ്ങനെ പോ, ഇങ്ങനെ ഇങ്ങനെ. ഒരു കഴിച്ച് പിടിക്കാൻ പറ്റും. എനിക്ക് ഞാൻ ഫുൾ എയർപോർട്ടിലെ പെട്ടി വരപ്പോ എടുക്കുന്ന ഇവൻ അങ്ങനെ വെച്ചോണ്ട് അറിയോ. അത്രയും കാരണം ഞാൻ അത്രയും നടന്നു അതുകൊണ്ട് എനിക്കിപ്പോ അത്രയും യൂസ്ഡ് ആയി. ഞാൻ എല്ലായിടത്തും ഇവൻ അങ്ങനെ, കാരണം ഇവൻ സത്യം പിന്നെ ഉറങ്ങി കിടക്കുമ്പോഴേ എന്റെ മനസ്സിലൂടെ പോയി ഇവന്ന് എണീച്ചേക്ക് കൊള്ളായിരുന്നു. ബിക്കോസ് ഇവൻ ഇങ്ങനെ എടുത്താലേ എന്റെ കാര്യങ്ങൾ നടക്കും. കാറിൽ ഫുൾ ആൾക്കാർ ഇങ്ങോട്ട് നോക്കുന്നതാ. അയ്യോ ഓടിക്കോ ഓടിക്കോ. എന്നല്ലോ ഇങ്ങനെ നോക്കി. അതെ. എൻ്റെ വരവ് നമ്മുടെ സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ്. കുറച്ച് നേരോട്ട് ഞാൻ ഓറ ജെറ്റിലാണ്. എക്സ്ക്യൂസ് മീ എക്സ്ക്യൂസ് മീ. വേണ്ടല്ല ഇങ്ങനെ ലോ ഇല്ല ഇവിടെ. അന്ധനായിട്ട് അഭിനയിക്കാം, അന്ധനായിട്ട് അഭിനയിക്കാം. കൂടെ പോവാതിരുന്നാലോ എന്നൊക്കെ. ഇന്നാ അവൻ ഇങ്ങനെയാണ്. ഞാൻ പാവല്ലേ കുറെ നേരം ഇവിടെ തെണ്ടുവല്ലേ എന്നൊക്കെ ഞാൻ കൂടെ വരെ ഇങ്ങനെ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഇതല്ലേ ഓറ മൈനസ്. ഇതാ പാല് വേണോ? പാല് വേണോ? പാല് വേണം, സ്പാ വേണം. പാല് വേണോ സ്പാ വേണോ? പാല് സ്പാ. പാല് എനിക്ക് ഒരു സൈഡിലെ പാല് വേണം, വേറെ സൈഡിൽ സ്പാ വേണം. ഓറ ഓറ ഡെറ്റ്. അപ്പൊ അവൻ എന്റെ കൂടെ വരുന്നപ്പോ ഇങ്ങനെയാ. ഒരാളെ എത്രയെന്ന് വെച്ച് ഇത്ര ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലല്ലോ. എന്തായാലും പാല് ഒന്ന് ഉറക്കിയ പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞ് കൂടെ വന്നു. നമുക്ക് പാല് കുടിച്ച് ഉറങ്ങാം, കുറച്ച് നേരം ഉറങ്ങാം. നിനക്ക് ഫസ്റ്റ് റൗണ്ട് ഉറങ്ങുന്ന ടൈമായി. ഇനി ഇത് കഴിഞ്ഞ് നീ ഒരു 11:30 കഴിയുമ്പോൾ എണീച്ചിട്ട് വീണ്ടും ഉറങ്ങില്ലേ. ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവനെ പോയി ഒന്ന് ഉറക്കിയിട്ട് നമുക്ക് കാണാം, ഉറക്കം ട്രൈ ചെയ്തിട്ട് നമുക്ക് കാണാം. ശരി. ഓസ്ട്രേലിയൻ മുന്തിരിങ്ങ തൊലി മാറ്റി അകത്തെ സാധനം മാത്രം നമ്മൾ ഫ്രൂട്ട് നിപ്ലറിൽ വെച്ച് കൊടുക്കും. കുറേ നേരം അത് കടിച്ചിരിക്കും, അതിന്റെ മധുരം പോകുന്നവരെ. തണുപ്പില്ല തണുപ്പില്ല. ഇഷ്ടപ്പെട്ടാ? ഫേവറേറ്റ് ഹോബിയാ. എന്തുകൊണ്ടെങ്കിൽ തറ എറിയ ബാക്കിയുള്ളത് എടുത്തു തരുമല്ലോ. കുറേ പേരുണ്ടല്ലോ പണിയെടുക്കുന്നു. അതവന്റെ ഗസ്സാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി പിന്നീട് കാണാം. ഉറങ്ങാറായതിന്റെ സൗണ്ടാണത്.